മഴയത്ത് ഇങ്ങനെ ചക്ക പുഴുങ്ങി അടിക്കാനൊരു പ്രത്യേക സുഖമാണ്. ഇതിങ്ങനെ ഇറന്ന് മുറിച്ചൊക്കെ കിട്ടണം. ലേശം മെനക്കേടുണ്ട്. പ്രതീക്ഷിത ചക്കക്കൂരി കാണുക. ഇതിൻ്റെ കൂടെ എന്താണ്? ചിക്കൻ കറിയും ചക്ക പുഴുങ്ങിയതും നല്ലൊരു കോമ്പിനേഷനാണ്. കിട്ടും 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 എന്നെ കൊണ്ട് പറ്റും. അതന്നെ വരും വരും കിട്ടും. പോട്ടെ വരും. കിട്ടി. ചക്ക ഞാനിങ്ങനെ മുറിച്ച് നല്ല കേക്ക് മാതിരി ഇങ്ങനെ വേറെ വേറെ പീസാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി പണിയൊക്കെ വരെ കഴിയണ്ട. ഇവിടെ ഒരാള് ചക്ക ചെറുതാക്കി ഇങ്ങനെ പോത്തിനിട്ട് കൊടുക്കുന്നുണ്ട്. ചക്കന്റെ മടലും ഇവിടെ അടുത്ത് നമ്മളെ പോത്തിനുള്ള അടിപൊളി ഒരു ഭക്ഷണമാണ് ചക്ക മടല്. നമ്മളെ പോത്തിന്റെ മുതലാളി ഉണ്ട്, മൂപ്പർ റെഡിയാക്കാം. മുതലാളി ബെല്ലാരി രാജ. ചക്കേന്റെ മടലിന്റെ അടിഭാഗം ചെത്തിക്കളയാൻ, കരൂള് എന്നൊക്കെ പറയൂലേ അതിന്. ഇത് ചെത്തി ഒഴിവാക്കാം. എന്നിട്ട് അതിനിങ്ങനെ കൊത്തി അരിഞ്ഞിടാമോ അവിടെ. അങ്ങനെ തന്നെ. കൈയൊന്നും മുറിയിടമ്മ. നിങ്ങൾ പണ്ടത്തെ എക്സ്പേർട്ട് ആയിരുന്നല്ലോ. മുറിക്കങ്ങോട്ട്. കൈ മുറിക്കണ്ട. ചക്ക മുറിക്കാനാ പറഞ്ഞു. അതന്നെ കുക്കറിലിട്ടാണ് നമ്മൾ ചക്ക ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം കുക്കറില്ലാത്ത ഒരു പരിപാടിയില്ല. പണ്ടൊക്കെ കച്ചട്ടിയിലൊക്കെ അതിന് വെക്കാം. കല്ലിനെ കൊണ്ടുള്ള ചട്ടി ഇതൊക്കെ ഉണ്ട്. കൽച്ചട്ടി ഞണ്ടില്ലാവില്ല ആണ് കൽച്ചട്ടി. കൽച്ചട്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പം എല്ലാ വീടുകളിലും അങ്ങനെ കാണാൻ കിട്ടാറില്ല ഈ സാധനം. പണ്ട് നമ്മുടെ വീടുകളിൽ, ഉമ്മയുടെ വീട് മേപ്പയ്യൂരായിരുന്നു. അവിടെയുള്ള എല്ലാ വീടുകളിലും കൽച്ചട്ടി ഉണ്ടായിരുന്നു. ഇപ്പം കുറവാണ്, അങ്ങനെ കാണാറില്ല. നമ്മളെ ഷംനൂസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. അത് ഇടുമ്പോ അതിട്ട് അത് കൊതിയന്മാർക്ക് കിട്ടും. ഇതിലൊരു ഫുള്ള് കൊതിയുണ്ട്. ഇത് സർപ്രൈസാണ്. ഇത് കൊതിയന്മാർക്ക് കിട്ടും. കൊള്ളൂലമ്മ. ഒരു ചെറുങ്ങനൊന്ന് ഒതുങ്ങിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്താണ്. പറയും കടുക് ഇതിങ്ങനെ അമർത്തിയിട്ട് മൂടിയിടാൻ കഴിയുമോ? അപ്പൊ ഇതിലെന്തും ഇട്ടിക്കില്ല ഞങ്ങള്. മഞ്ഞളും മുളകും ഉപ്പും ആകുമ്പോ ഇടുന്ന്. ഇതൊക്കെ കയ്യളവായിരിക്കും അല്ലേ? ഇതാണ് സംഭവം. കലക്കിപ്പാര അല്ലേ? അത് ശരി. വെള്ളം അധികം വേണ്ടമ്മ. യെസ്. മഞ്ഞളും മുളകും ഉപ്പും കൂടിയും കലക്കി പാരല്ലേ? ഇത് അടിപൊളി പരിപാടിയാണല്ലോ. ചക്ക വേവാനുള്ള വെള്ളം 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടാവില്ലേ? 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മള് കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. എത്ര വിസിലടിക്കണം? അത് ഒറ്റ വിസിൽ മതിയാവുമല്ലോ. 2 വിസിലടിച്ചിട്ട് വിസിൽ പോകുന്നതിന് മുന്നേ തുറക്കുക. ഇല്ല, അന്നേരം അങ്ങ് തുറന്നാളെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചിടുമ്പോൾ ഒരു പേപ്പർ വിരിച്ചിനും അതിനകത്ത് നമ്മളെ ഇതെന്റെ കഥയാടാ അടിപൊളി. വായിക്കി വെറുതെ പറഞ്ഞാ മതി. 36 വർഷമായടാ ബെൻസേ. അത് പറഞ്ഞാ മതി. എന്താ പറയുന്നത്? ജോർജ് സാറൊന്നും പഴയ ജോർജ് സാറാടാ. കുക്കറിന്റെ വിസിലായി. ഇതെന്താ ചക്കയിൽ ഒതുക്കിയിടാനുള്ള തേങ്ങ. അപ്പൊ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. കൂട്ട് ആണ് കൂട്ട്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഉമ്മൻ്റെ ഒരു കൈയളവാട്ടോ. കറക്റ്റായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പച്ചമുളക് ഒരു 4 പച്ചമുളക് കാണുന്നുണ്ട്. കുറച്ച്
നല്ല ജീരകം, പിന്നെ ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി. നല്ല ജീരകമല്ല, പെരുംജീരകം. അത് പെരുംജീരകം അല്ലേ? ആ, പെരുംജീരകം. നല്ല ജീരകമല്ല കേട്ടോ, പെരുംജീരകം. ജീരകം കുറേ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. ആബിദ സ്പെഷ്യൽ ചിക്കൻ കറി. ഇത് എവിടുത്തെയാണ് ആബിദ? കൂനിയോട് സ്പെഷ്യലാ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ. ചിക്കൻ കറി ഉലുവൊക്കെ ഇടും. എനിക്കറിയില്ല അതൊന്നും. ഞാൻ ബീഫിലായിട്ട് പോകും. രണ്ട് വിസിലടിച്ച് ശേഷം എയറൊക്കെ പോയതിനു ശേഷം നമ്മളെ കുക്കർ തുറന്നുണ്ട്. എന്തൊക്കെ ഉണ്ടമ്മ നോക്ക്. നമ്മളെ കയ്യിലിൻ്റെ കണ. ഇതൊക്കെ നമ്മളെ തറവാട്ടിൽ മാത്രമേ കാണാനുണ്ടാവും. എല്ലാ തറവാടുകളിലും ഉണ്ടാവുന്നുള്ളൂ. കയ്യിലിൻ്റെ കണ കൊണ്ട് ഇങ്ങനെ ഇളക്കുക. കയ്യിലെ കണ കിട്ടിയില്ലെങ്കിൽ ചിരട്ട ഊരി കഴിഞ്ഞാൽ കയ്യിലെ കണ കിട്ടും. അതൊക്കെ പിന്നെ അറിയാലോ. സെറ്റാ സാധനം. ഇനിയിപ്പോൾ നമ്മളെ ചക്കൻ്റെ കൂട്ടൊക്കെ ഇട്ടിട്ട് കവിന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊരു വറവ്. ഇതൊക്കെ ഒരു പ്രത്യേക നേക്കാന്നുണ്ടോ. കുക്കർ നിറയെ സാധനമുണ്ട്. പക്ഷെ എന്നാലും അതിനകത്തൊരു പീസ് പോലും ഇതുവരെ താഴെ പോയിട്ടില്ല. ആ കയ്യിലിനെ കണ്ടിട്ടൊന്നിങ്ങനെ തിരിച്ചിങ്ങനെ മറിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക ടച്ചിങ്സ്. അപ്പോൾ ചക്ക വറവിടാൻ വേണ്ടി കണ്ടോ നമ്മൾ ഒരു അലൂമിനിയം ഉരുളി ഇതിൽ നമ്മൾ വറവിടും. വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത് നമ്മൾ. വെളിച്ചെണ്ണക്ക് സർവകാല റെക്കോർഡ് വിലയാണ്. മലയാളികൾ തേങ്ങയെല്ലാം നമ്മൾ വീട്ടിലുള്ള തേങ്ങയെല്ലാം ചെറിയ വിലയ്ക്കും വലിയ വിലയ്ക്കൊക്കെ വിൽക്കുക. എന്നിട്ട് അതിൻ്റെ ഡബിൾ വിലക്ക് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുക. അതാണ് നമ്മളെ സിസ്റ്റം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ഇട്ടമ്മ. കടുകു നല്ല രസം കാണാണ്ട. നല്ല ചക്കയിനോ 2 10 കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ട് നമ്മളെ സൗന്ദര്യം ഉപ്പ് ചുവന്ന മുളക് മറുപടി ചുവന്ന മുളക് കറിവേപ്പില. സൗണ്ട് വന്നു. ചക്കേനെടുത്ത് തട്ടിയാണ് അത് റെഡിയാവും. ഉണ്ടോ? അത് ചക്ക കിട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ തേങ്ങ. നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ കൂട്ടിയ കൂട്ട്. കയ്യിലിൻ്റെ കണ കൊണ്ട് തന്നെ ഇളക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചക്ക ഉടഞ്ഞു കൊണ്ടിരിക്കാനാണ്. ഇതൊക്കെ ഓരോരോ പൊടിക്കൈകളാണ്. ഞാൻ വിചാരിച്ചു ഇമ്മെന്ത് ഇത്രയും ചട്ടമൊക്കെ വെച്ചിട്ട് കയ്യിലിൻ്റെ കണ കൊണ്ട് ഇളക്കുന്നത്. ആ ഒരു മണം വരുന്നുണ്ട്. എന്താ അത് മണം. ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കേണ്ടി വരില്ലേ അമ്മ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാണോ അല്ലേ? ഞാനൊന്ന് ഇളക്കി നോക്കിയതായിരുന്നു. പക്ഷേ വിചാരിച്ച മാതിരി സെറ്റാകുന്നില്ല. അത് ഖദീസ്ഥാൻ്റെ കൈ കൊണ്ട് തന്നെ ഇളക്കണം. എന്നാലേ വൈക്ക് അങ്ങോട്ട് ഇതാവുള്ളൂ. ചക്ക അടുത്ത ചക്ക പിന്നെ കണ്ട് ആയിഷ ചക്കയും കോഴിക്കറിയും ഉണ്ടോ?
അടിപൊളി. വേറെ ചക്കയും മീൻകറിൻ്റെ അത്ര സുഖമില്ലെങ്കിലും അങ്ങനെ നമ്മൾ പുഴുക്കിലിട്ട ഫുള്ള് ചക്കക്കുരു നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ കൊതിയൻ നമ്മൾ അനിയ മൂപ്പര് കിട്ടി. ചക്ക കൊതിയൻ.